സ്വിറ്റ്സർലൻഡ് വ്ലോഗിന്റെ 2ാം ദിവസത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സുസ്വാഗതം. ആ ദിവസം ഞങ്ങൾക്ക് ഒരു പ്രത്യേകതയായിരുന്നു. അത് ഒരു യാത്രയല്ല, ഒരു അനുഭവം. ലുസേൺ എന്ന മനോഹരമായ നഗരം പിന്നിലാക്കി ഞങ്ങൾ യാത്ര തിരിച്ചത് റൈൻ ഫോൾസ് എന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും സുനിലേട്ടനും കുട്ടികളും ശ്യാമള ചേച്ചിയും. ഈ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. ഞങ്ങൾ സഞ്ചരിച്ചത് ഒരു കാരവാനിലാണ്. ഇതുവരെ ഞാനായിരുന്നു ഡ്രൈവർ ക്യാബിനിലെ ഡ്രൈവറിന്റെ സഹായിയായി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ യാത്രയിൽ ലക്ഷ്മിയാണ് ആ റോൾ ഏറ്റെടുത്തേക്കുന്നത്. അവളാണ് ഡ്രൈവറെ സഹായിച്ചത്. മുൻ സീറ്റിലിരുന്ന് സ്വിറ്റ്സർലൻഡിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് അച്ഛനോട് പറയുകയാണ് എനിക്ക് ലണ്ടനേക്കായും ഇഷ്ടപ്പെട്ട സ്വിറ്റ്സർലൻഡ് ആണെന്ന്. അതിനിടയ്ക്ക് ക്യാമറയും തൂക്കി വന്ന് ശല്യം ചെയ്യല്ലേ അമ്മയെന്നും പറയുന്നുണ്ട്. കുട്ടികൾ രണ്ടുപേരും അച്ഛനോടൊപ്പം മുന്നിൽ കൂടി മുൻവശത്തെ കാഴ്ചകളൊക്കെ കണ്ട് സൊറ പറഞ്ഞ് അവരെങ്ങനെ എൻജോയ് ചെയ്ത് പോവുകയാണ്. ആ സമയം ഞാനിവിടെ പിൻവശത്തുള്ള സോഫയിൽ ശ്യാമള ചേച്ചിയോടൊപ്പം കൂടി ഞങ്ങൾ പഴയ കഥകളൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. റോഡ് സുഗമമായി നീണ്ടുപോയി. എന്നാൽ ഹൃദയം കുളിർമയിക്കുന്ന കാഴ്ചകൾ അതിന്റെ ഇരുവശങ്ങളിലും ഒരുപോലെ നിറഞ്ഞിരുന്നു. ലുസേണിന്റെ പച്ച നിറം കനിഞ്ഞ തടാകം അണിയിച്ചിരിക്കുന്നത് പോലെ അണക്കെട്ടുകൾക്കപ്പുറത്ത് സമതലങ്ങൾ മഴവില്ല് തുന്നിയ പാടങ്ങളായി മിനുങ്ങി. വഴി പോകുമ്പോൾ ഇടയ്ക്കിടെ ചെറിയ തടാകങ്ങൾ കണ്ണുകളെ ആകർഷിച്ചു. വെള്ളത്തിൽ ആകാശം പതിഞ്ഞു കിടക്കുമ്പോൾ ആ കാഴ്ച കൺചിമ്മാതെയിരിക്കും. കാരവാന്റെ ജനലിലൂടെ കാണുമ്പോൾ പോലും മനസ്സവിടെ നിലയുറപ്പിച്ചു നിന്നുപോയി. ചിലപ്പോൾ ആ തടാകത്തിന്റെ അരികിലിരിക്കുന്ന ഒരൊറ്റ കുടിലോ തടാകത്തിൽ പതിയുന്ന ഒരു ചെറു നാവായോ ആ കാഴ്ചയെ കവിതയാക്കിയിരിക്കും. റോഡിന്റെ ഇരുവശങ്ങളിലായി കനിഞ്ഞ പച്ചപ്പുകളും ഇടയ്ക്കിടയ്ക്ക് ദൂരത്ത് മഞ്ഞു പരത്തിയ ആൽപ്സ് പർവ്വതനിരകളും അപ്രതീക്ഷിതമായി മുന്നിൽ പതിയുന്ന നദികളും തുരങ്കങ്ങളും എല്ലാം അത്ഭുതം കൂറുന്ന കാഴ്ചകളായിരുന്നു. എല്ലാം മനസ്സിൽ പതിയുന്ന ചിത്രങ്ങളായിരുന്നു. കുട്ടികൾ ആനന്ദത്തോടെ കാട്ടിൽ കുതിച്ചേറിയതുപോലെ കാരവാനിനുള്ളിൽ തള്ളിക്കയറിയിരുന്നു. സുനിലേട്ടൻ അവരുടെ ചിരികളിൽ പങ്കാളിയായി. എനിക്ക് കാണാൻ കഴിഞ്ഞത് സന്തോഷത്തിന്റെ ഏറ്റവും മധുരമായ രൂപമായിരുന്നു. ഓരോ കുന്നിന് പിന്നിലും കാണപ്പെടുന്ന വലിയ വലിയ നദികൾ, അവയുടെ തീരങ്ങളിൽ വിരിയുന്ന പച്ചക്കൂടുകൾ, ചുരുക്കി പറഞ്ഞ കാഴ്ചയുടെ ഒരു വർണ്ണ വിസ്മയം. കാഴ്ചകളെക്കാളും അനുഭവം മുൻപിൽ നിലകൊള്ളുന്നു. തലോടുന്ന കാറ്റ്, ഇടയ്ക്കിടെ അടുത്തു വന്ന മഴത്തുള്ളികൾ, സ്മൃതിയിൽ ചേർന്നു നിൽക്കുന്ന കുരിശിമണ്ണിന്റെ സുഗന്ധം. വണ്ടിയുടെ ജനാല തുറന്നിരുന്നപ്പോൾ പർവ്വതങ്ങൾ നിറഞ്ഞ ദൂരക്കാഴ്ച, കാറ്റിൽ ഇളകുന്ന വനമേഖല, ഇടയ്ക്കിടെ പാറയ്ക്കിടയിൽ പതഞ്ഞു വീണ ചെറുവെള്ളച്ചാട്ടങ്ങൾ. ഒന്ന് കണ്ടാൽ രണ്ടാമതും കാണാൻ മനസ്സ് തോന്നും വിധം.
കുട്ടികൾ എന്നോട് പറയുകയാണ്, ആമച്ചേട്ടന്റെ കഥയിലെ മലനാട് തന്നെയാണല്ലോ ഇതെന്ന്. അമ്മേ, ഇതെന്താ കാമൻ ഗുഡ്സോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക്. ജ്ഞാനിയുടെ കണ്ണിലൂടെ കാണുന്ന പ്രകൃതിയായിരുന്നു അതെല്ലാം. അതിൽ ഹിംസയും അതിരുകളുമില്ല. ഇത് പ്രകൃതിയല്ല, ഒരു മ്യൂസിക് കൺസേർട്ടാണ്, കണ്ണുകൾക്കുള്ള ഒരു ശാന്ത സംഗീതം. ഏകദേശം 1.5 മണിക്കൂറിന്റെ ഡ്രൈവിന് ശേഷം കാതിൽ പൊളിഞ്ഞു വിളിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഗംഭീര ശബ്ദം ഞങ്ങളെ സ്വാഗതം ചെയ്തു. റൈൻ ഫോൾസ്, യൂറോപ്പിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. കണ്ണുകളിൽ നിന്നൊരു കാഴ്ചയല്ല, മനസ്സിൽ തിങ്ങി വരുന്ന അനുഭവം. വെള്ളത്തിന്റെ സ്ഫോടന ശബ്ദം, സ്പ്രേയിൽ തിളങ്ങുന്ന ഇന്ദ്രധനുസ്, കനലുള്ള കാറ്റ്, എല്ലാം ചേർന്ന് അതിവിസ്മയകരമായ ഒരു മുഹൂർത്തം. വീക്ഷണ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കുറച്ച് ധൈര്യമുള്ളവർക്ക് ബോട്ടിൽ കൂടി വെള്ളച്ചാട്ടത്തിന് ഏറ്റവും അടുത്തെത്താനും അവസരമുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു യാത്ര പോയിരുന്നു. ആ യാത്ര അടുത്ത വീഡിയോയിൽ കാണിക്കാം. ലുസേൺ എന്ന സുന്ദര നഗരം മുതൽ പ്രകൃതിയുടെ അതിമനോഹാരിതയായ റൈൻ ഫോൾസ് വരെ ഈ യാത്ര ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചു. മനസ്സിൽ ഇന്നും മുഴുവൻ തമ്പുരാനായി തീർത്ത യാത്ര. അപ്പോൾ റൈൻ ഫോൾസിലെ കാഴ്ചകളും ഇവിടുത്തെ ബോട്ട് ട്രിപ്പും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺ. താങ്ക് യു. ബൈ.